തന്റെ പ്രേമത്തിന്റെ അന്ത്യത്തെപ്പറ്റി, അതിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി തനിക്ക് നേരിടേണ്ടി വന്ന അഗ്നിപരീക്ഷകളെ പറ്റി. ഇതാ ശരിയായിട്ടുണ്ട് സാർ. ഹലോ, കണ്ണൂർ ഗസ്റ്റ് ഹൗസ് അല്ലേ? എന്താ പോലീസ് സ്റ്റേഷനോ? തമ്പാനൂർ പോലീസ് സ്റ്റേഷനോ? അപ്പൊ കണ്ണൂരും അല്ലേ? എന്താണോ ഇത്? എസ് ടി ഡി വിളിച്ചിട്ട് ലോക്കലാണല്ലോ കിട്ടുന്നത്. ഞാനൊന്ന് എക്സിലോട്ട് വിളിച്ചു ചോദിക്കാം സാർ. മാലയെ 4 മണിക്ക് യാത്ര ഹലോ, ആ എക്സഞ്ച് അല്ലേ? എന്തായി? മൃഗാശുപത്രിയാണ് സാർ. തനിക്കും കൂടെ എവിടെ കാണും പോയി കിടക്കാൻ പറ്റായിരുന്നോ? എന്ത് റിപ്പയർ ആണോ താൻ ചെയ്തത്? എന്റെ ദൈവമേ, മിനിസ്റ്റർ കണ്ണൂരേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് പറയണമല്ലോ. ആ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചിട്ട് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ അറിയിക്കാൻ പറയാം. ഹലോ 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 ഹലോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ലേ? ഇത് സി എമ്മിന്റെ വീട്ടിലാണ്. അയ്യോ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ല, ഇത് സി എമ്മിന്റെ വീടാ. എന്തോന്ന് ഡിപ്പാർട്ട്മെന്റ് ആണോ തന്റേത്? കണ്ണൂർ വിളിച്ചാൽ തമ്പാനൂര് കിട്ടും, എക്സ്ചേഞ്ച് വിളിച്ചാൽ മൃഗാശുപത്രി കിട്ടും, ഈ ഫോണിൽ നിന്ന് വിളിച്ചാൽ ആ ഫോണിൽ കിട്ടും, ആ ഫോണിൽ നിന്ന് വിളിച്ചാൽ ഈ ഫോണിൽ കിട്ടും. ഞാൻ ഒന്നുകൂടെ മിണ്ടരുത്. എനിക്ക് 1 മണിക്കൂറിനകത്ത് കണക്ഷൻ റെഡിയാക്കി തരണം. ഓ, 2 വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ സാർ? അല്ല, പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട സഹായം എന്ന അബദ്ധം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല സർ. അല്ല, ഉണ്ട് സർ. ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ഇപ്പോഴും കശുവണ്ടിയെ കുറിച്ചും കയറിനെ കുറിച്ചും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ഓഹോ. തുടങ്ങുമ്പോൾ 25 ലക്ഷം രൂപ മൂലധനം, ഇപ്പോൾ 96 ലക്ഷം രൂപ കടം. ആകെ ഉണ്ടായ ഗുണം ചെയർമാൻ, 2 PA, സെക്രട്ടറി, 4 സയന്റിസ്റ്റ്, പിന്നെ കുറെ സ്റ്റാഫും. അവർക്കൊക്കെ ഒരു ജോലിയില്ലാതെ 2 വർഷം ശമ്പളം, പിന്നെ കുറെ ധൂർത്തു. എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തി? എവിടെയൊക്കെ പോയി? അത് 2 പ്രാവശ്യം റഷ്യ, 1 പ്രാവശ്യം ചെക്കോസ്ലോവാക്യ, പിന്നെ അമേരിക്കയും യൂറോപ്പും ഓരോ പ്രാവശ്യം. ഭംഗിയായി നടത്തി, വിത്ത് ഫാമിലി. അതെ സർ. പരമ്പരാഗതത്തെ കുറിച്ച് പഠിക്കാനല്ലേ? അതെ സർ. ഈ എക്സ്പോർട്ട് മാർക്കറ്റ് ഗവൺമെന്റ് ആ കോർപ്പറേഷനെ പിരിച്ചുവിട്ടു. സ്റ്റാഫിനോടും മറ്റും അവരുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് ഇനി എത്ര മാസം കൂടെ ഉണ്ട്? 8 മാസം. ഇനി വീട്ടിലിരുന്നാൽ മതി. പേടിക്കണ്ട, പിരിച്ചുവിടലൊന്നുമല്ല. റിട്ടയർമെന്റ് ആകുന്നത് വരെ കൃത്യമായി ശമ്പളം വീട്ടിലെത്തും എല്ലാ മാസവും. സാറ് ജോലിക്ക് വരുന്നതിനേക്കാൾ ഗവൺമെന്റ് ലാഭം വരാതിരിക്കുന്നതാണ്. ശരി സാർ, സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ മിസ്റ്റർ കൈമളിന്റെ പാർട്ടി പ്രസിഡന്റ്, റിലേറ്റീവ് ആണ്. കൈമൾ സാറിന്റെ ബന്ധുവായതുകൊണ്ട് അദ്ദേഹം സഹിച്ചെന്നിരിക്കും. ഗവൺമെന്റും ജനങ്ങളും സഹിക്കണോ? പിന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചതൊന്നുമില്ലല്ലോ. കോർപ്പറേഷൻ ഭരിക്കണ്ടെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. കുറച്ചു കൂടിപ്പോയി, ഇത്രയും വേണ്ടായിരുന്നു. നീ അടുക്കള ഭരിച്ചാ മതി. ഏറി വന്നാൽ ഈ ഡൈനിങ് ടേബിൾ വരെ. അതിന് ഞാൻ അതെ, ഒന്നും പറയണ്ടെന്നാ പറഞ്ഞത്. ഗോപിക്കുട്ടാ, എടോ ഗോപിക്കുട്ടാ, എന്തോ? അയാൾ എന്തിനാ ഇവിടെ വന്നത്? ആരാ? ആ IRM ചെയർമാൻ കൈമള്. ഞാൻ പറഞ്ഞിട്ടില്ല ആരായിരുന്നല്ലേ എന്നെ ഓഫീസിൽ വെച്ച് കണ്ടാൽ മതിയെന്ന്. ഇവിടെ ചോദിച്ചിട്ടാ വിട്ടത്. ശരി, താൻ പോയിക്കോ. വത്സലേ, വത്സലേ. ആഹാ, അപ്പോഴത്തേക്കും കരഞ്ഞു. അതിന് ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ ഈ മുഖവും കണ്ടുകൊണ്ട് പോയാ എന്റെ ഇന്നത്തെ ഒരു ജോലിയും നടക്കും. വാ, വല്ലെന്താ, എനിക്ക് പോകാൻ നേരമായി. മിനിസ്റ്റർ സ്ഥലത്തുണ്ട്. നാളെ കൊല്ലത്തേക്ക് പോകും. ഉടനെ തന്നെ മടങ്ങി വരും. ഇല്ല, വിവാഹ ചടങ്ങുകൾക്കൊന്നും അദ്ദേഹം പങ്കെടുക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ആ, ഇല്ലേ? ഉണ്ട്.
പ്രസിഡന്റിന്റെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം നടന്നു. IRMs ലിക്വിഡേറ്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ RJ കൈമൾ, എന്റെ ഒരു അകന്ന ബന്ധു, ഇനി ഒരു 8 മാസം വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിക്കണം. ക്യാബിനറ്റിന്റെ തീരുമാനമല്ലേ, എനിക്ക് ഒരു വിഷമവുമില്ല. മുള്ളിയാ തെറിച്ചൊരു ബന്ധം മാത്രമേ എനിക്ക് അയലുമായിട്ടുള്ളൂ. വേറെ ചിലത് കൂടി ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രായോഗികമല്ലാത്ത 34 കോർപ്പറേഷനുകൾ കൂടി പിരിച്ചുവിടുക, ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കലാ സാംസ്കാരിക സമ്മേളനങ്ങൾ, കായികമേളകൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക, ഒരു കാരണവശാലും ആർക്കും റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാൽ സർവീസ് നീട്ടിക്കൊടുക്കാതിരിക്കുക, അങ്ങനെ പലതും. അതൊക്കെ പാർട്ടിയുടെ നയങ്ങളാണ്. നടപ്പാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറെ MLA-മാർക്ക് ജോലിയില്ലാതാകും. ജനപ്രതിനിധികൾക്ക് കോർപ്പറേഷൻ ഭരിക്കുന്നല്ലോ പണി. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ മദ്യനയത്തെ കുറിച്ച് പൂർണ്ണമായൊരു രൂപമായിട്ടില്ലെങ്കിലും ചില ധാരണകളിൽ എത്തിയിട്ടുണ്ടല്ലോ. വിദേശ മദ്യത്തിന്റെ മൊത്ത സംഭരണവും വിതരണവും, ചാരായത്തിന്റെ പുതിയ ലൈസൻസിംഗ് സിസ്റ്റവും, പ്രൈവറ്റ് ഡിസ്റ്റിലറീസിനെ കുറിച്ചുള്ള അന്വേഷണവും മറ്റും കുത്തക മുതലാളിമാരുടെ നട്ടലൊടിക്കും. നടപ്പിലാക്കിയാൽ നമ്മുടെ പ്രഖ്യാപിത നയത്തിന്റെ ഒരു വിജയമായിരിക്കും അത്. പക്ഷെ അവിടെയാണ് അല്പം ബുദ്ധിമുട്ട്. ഒരു പുനരാലോചന എപ്പോഴും നല്ലതാണ്. ഒരു നീണ്ടകാലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം അധികാരത്തിൽ വന്നവരാണ് നമ്മൾ. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നമ്മുടെ പാർട്ടി സാമ്പത്തികമായി വളരെ പരാധീനതയിലായിരുന്നു. നമ്മൾ ജയിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാവാം പലരും നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചു. ആ കൂട്ടത്തിൽ ഈ മദ്യമുതലാളിമാരും പെടും. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അവരെ നമുക്ക് വളയ്ക്കാം, പക്ഷെ ഒടിക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം രാമുന് മനസ്സിലായി കാണുമല്ലോ. കൈമൾ സാറേ, ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിക്കാൻ എനിക്കാവില്ല. ഒന്നുകിൽ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നന്മ, അല്ലെങ്കിൽ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ ലാഭം. ഇതിൽ ആദ്യം പറഞ്ഞതനുസരിക്കാനേ എനിക്ക് കഴിയൂ. ഞാനൊരു തീവ്രവാദിയൊന്നുമല്ല. കഴിയാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഭീമമായ നഷ്ടം വരുന്ന ഒന്നും നമ്മളോ നമ്മുടെ ഗവൺമെന്റോ അനുവദിച്ചുകൂടാ സാർ. ഇതൊന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല, നമ്മുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാമുവിന്റെ പരിചയക്കുറവുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിലും വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം. ഇരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഫണ്ട് പിരിച്ചത് എനിക്കൊരു പുതിയ അറിവാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഞാനതിന് കൂട്ടുനിൽക്കില്ല. ഒന്ന് കഴിഞ്ഞാൽ വേറൊന്നിന് വളമാകും. ജനക്ഷേമത്തെ മുൻനിർത്തി ഒടിക്കേണ്ടി വന്നാലും തെറ്റൊന്നുമില്ല സാർ. 2 മാസം മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി. നീ ഒഴിഞ്ഞു മാറിയതാ. ഞാൻ നിർബന്ധിച്ച് നിന്നെ സ്ഥാനാർത്ഥിയാക്കി. ഇന്ന് ഞാനത് ദുഃഖിക്കുന്നു. சரி, அப்படி ஒரு ஆள் இருக்கு. அவன் எப்படி காண்டாக்ட் பண்றதுன்னு எனக்கு தெரியாது. அதுவும் நான் நாளை மலேசியாவுக்கு போறேன். தேவர், நீங்க எப்படியாவது என்ன ஹெல்ப் செய்யணும். அത്ര சீரியஸான விஷயம். ப்ளீஸ். சிஎம்னா பெரிய ரிஸ்கம்மா. அவன் பெரிய அமௌண்ட் கேட்பான். കൊടുക്കാൻ തേവരെ. തേവരെ അഡ്രസ് തന്നാ മതി, ഞാൻ പോയി കണ്ടോളാം. அட்ரஸ் கொடுக்க முடியாது. പിന്നെ എന്നാ ചെയ്യണം? வெயிட். அயோக்கிய பசங்க எப்ப பார்த்தாலும் இப்படிதான். நீ உட்காரு, நான் எப்ப வரேன். இதோ வந்துடுறேன். ஹலோ, இது மெட்ராஸ்ல முன்னாடி தான் பேசுறேன். ஆமையா,